ഹായ് ഓൾ, വെൽക്കം ടു ലൂമി. ലൂമി സ്പ്രിന്റിന്റെ പാർട്ടായുള്ള ആപ്റ്റിറ്റ്യൂഡിന്റെ 16ാമത്തെ ക്ലാസ് ആണെന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ക്ലോക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയറിൽ ആപ്റ്റിറ്റ്യൂഡൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യും. ബട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ക്ലോക്കിന്റെ കുറച്ച് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് കുറച്ച് കോൺസെപ്റ്റുകൾ നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് അറിയേണ്ടത് ആംഗിൾ ട്രേസ് ബൈ മിനിറ്റ് ഹാൻഡ്, അതായത് ഒരു മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്താൽ എത്ര ആംഗിൾ ആയിരിക്കും ഉണ്ടാക്കാനുള്ളത്. ഇത് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്ന്, എങ്ങനെ വരുന്നത് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഒരു ക്ലോക്ക് ഉണ്ട്, അതിനകത്തൊരു മിനിറ്റ് ഹാൻഡ് ഉണ്ട്, അവർ ഹാൻഡ് ഉണ്ട്. മിനിറ്റ് ഹാൻഡ് വലുതായിരിക്കും, അവർ ഹാൻഡ് എന്തായിരിക്കും, ചെറുതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കാണേണ്ടത് എന്താണ്, ബൈ 1 മിനിറ്റ്. ഓക്കെ, അപ്പം മൊത്തം ആംഗിൾ എത്രയാണ് എല്ലാവർക്കും അറിയാലോ. റൗണ്ട് സർക്കിളിൻ്റെ 360 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് 60 മിനിറ്റ് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ്. അപ്പോൾ 60 മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് ഹാൻഡ് എത്ര മൂവ് ചെയ്യും, ടോട്ടൽ സർക്കിൾ മൂവ് ചെയ്യില്ലേ. മിനിറ്റ് ഹാൻഡ് ആണ്, ഹവർ ഹാൻഡ് അല്ല. 60 മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് ഹാൻഡ് എത്ര മൂവ് ചെയ്യും, ടോട്ടൽ സർക്കിൾ മൂവ് ചെയ്യും. അതായത് എന്താണ്, 60 മിനിറ്റ് കൊണ്ട് എത്ര മൂവ് ചെയ്യും, ടോട്ടൽ സർക്കിൾ എത്രയാണ്, 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പം ഒരു മിനിറ്റ് കൊണ്ടോ എത്ര ഉണ്ടാവും, 360/60, 6 ഡിഗ്രി. ഓക്കെ, അതായത് 60 മിനിറ്റ് കൊണ്ട് എത്ര മൂവ് ചെയ്യും, ടോട്ടൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഉണ്ട്, ആംഗിൾ 360 ഉണ്ട്. അപ്പം ഒരു മിനിറ്റ് കൊണ്ട് ബൈ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 6 ഡിഗ്രി കിട്ടും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റ് കൊണ്ട് മൂവ് ചെയ്യുന്നത് 6 ഡിഗ്രിയാണ്. ഇത് നിങ്ങൾ കാണാണ്ട് പഠിച്ചിരിക്കണം. ഭയങ്കര സിമ്പിൾ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതെങ്ങനെ വന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കാം, ഹവർ ഹാൻഡിൻ്റെ നോക്കാം. ഓക്കെ, ഹവർ ഹാൻഡ് ലൈക്ക് മൊത്തം റൊട്ടേറ്റ് ചെയ്യാം, അതായത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കും, 12 മണിക്കൂർ എടുക്കും. കാരണം 12 മണിക്കൂർ കഴിഞ്ഞാലല്ലേ ആ 360 ഉള്ളൂ. കാരണം ഓരോ മണിക്കൂറിന് 1 2 3 പറഞ്ഞ് പോകല്ലേ ചെയ്യുള്ളൂ. മൊത്തം കറങ്ങണമെങ്കിൽ അത് മൊത്തം 360 ഡിഗ്രി കറങ്ങണം എത്ര എടുക്കും, 12 അവർ എടുക്കും അല്ലേ. അപ്പോൾ 12 അവർ എന്താണ്, 360 ഡിഗ്രിയാണ്. ഓക്കെ, 12 അവർ എത്ര ഇതായിരിക്കും, മിനിറ്റ് ആയിരിക്കും. ഇൻറ്റു 60 ചെയ്താൽ പോരെ. അപ്പം എന്തായിരിക്കും, 360 ആയിരിക്കും. അപ്പം 1 മിനിറ്റിൻ്റെതോ എന്തായിരിക്കും, 360 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 60 എത്ര ഉണ്ടാവും, 6 ഉണ്ടാവും അല്ലേ. യെസ്, 1/12. അതായത് ഹവർ ആൻഡ് ഒരു മിനിറ്റ് കൊണ്ട് മൂവ് ചെയ്യാൻ എത്ര ആയിരിക്കും, ഹാഫ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, ഇൻ 60 മിനിറ്റ്സ് ദ മിനിറ്റ്സ് ആൻഡ് ഗെയിൻ 55 മിനിറ്റ്സ് ഓൺ ഹവർ ആൻഡ്. അതായത് 60 മിനിറ്റ്സ് പറഞ്ഞാൽ എന്താ, ഒരു മണിക്കൂർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം, ഒരു മണിക്കൂർ കൊണ്ട് മിനിറ്റ്സ് ആണ് എത്ര മൂവ് ചെയ്യും, ഒരു കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്യില്ലേ. അപ്പോൾ കംപ്ലീറ്റ് പറഞ്ഞാൽ എത്രയാണ്, 60 മിനിറ്റ് അല്ലേ. അതുപോലെ തന്നെ 1 അവർ ആണ് എത്ര മൂവ് ചെയ്യും, അതായത് ഇപ്പം ഒരു PM നിന്ന് 2 PM എത്തുമ്പോൾ അവർ ആണ് എത്ര മൂവ് ചെയ്യുക, 5 മിനിറ്റ് അല്ലേ മൂവ് ചെയ്യുക. അതായത് സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ നോക്കിയാൽ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി മൂവ് ആവും. അതുപോലെ തന്നെ ഹവർ ആൻഡ് എത്ര മൂവ് ആവുള്ളൂ, 5 മിനിറ്റ് അല്ലേ മൂവ് ആവുള്ളൂ മിനിറ്റിൻ്റെ കേസ് പറയുമ്പോൾ. അതായത് ഇപ്പം 1 2 വരും. അപ്പോൾ എത്ര മിനിറ്റ് ഉണ്ട്, 1 2 3 4 5 തല്ലുള്ളത്. അപ്പം 5 മിനിറ്റ് ആണ് മൂവ് ആവുക ഹവർ ആൻഡ്. അപ്പം ഇത് കുറച്ച് എന്ത് കിട്ടും, 55 കിട്ടും. ഇത് കൺഫ്യൂസ് ആവരുത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഒരു ഹവറിൽ 60 മിനിറ്റ് മൂവ് ചെയ്യില്ല. ഒരിക്കലും മൂവ് ചെയ്യില്ല. നമ്മൾ ആ ഒരു ഡിഗ്രിയുടെ ഇതിനകത്താണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നോക്കിയാൽ മതി, ഒരു ഹവറിൽ മിനിറ്റ് ആൻഡ് എത്ര മൂവ് ചെയ്യുക, മൊത്തം മൂവ് ചെയ്യും. അപ്പോൾ 60 ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഹവറിൽ എത്ര മൂവ് ചെയ്യുള്ളൂ, 1 2 വരുള്ളൂ. അപ്പോൾ എത്ര ഉണ്ടാവും, 5 മിനിറ്റ്സ് ആയിരിക്കും. ഇത് ആംഗിളിൻ്റെ രീതിക്കാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് നോക്കാം. ഇത് ഡയറക്റ്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ലൈക്ക് ഒരു ക്ലോക്ക് . 60
ഹവർ ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്. എന്നുവെച്ചാൽ ഇൻ എവരി അവർ ബോത്ത് ഹാൻഡ് ആർ കോയിൻസൈഡ് വൺസ്. അതായത് എല്ലാ മണിക്കൂറിലും ഓരോ മണിക്കൂറിലും എന്താവും കോയിൻസൈഡ് ചെയ്യും. 12 മണിക്ക് മാത്രമല്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലോക്ക് എടുക്കുക, തിരിച്ചു നോക്കുക. ഒരു ക്ലോക്ക് എടുക്കുക, തിരിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓരോ മണിക്കൂറിലും എന്താവും ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 12 മണിക്കൂറിൽ എത്ര കോയിൻസൈഡ് ചെയ്യും? നിങ്ങൾ വിചാരിക്കും 12 ആയിരിക്കുന്നു. ഒരിക്കലല്ല, 11 പ്രാവശ്യം കോയിൻസൈഡ് ചെയ്യുള്ളൂ. അതിനത് റീസൺ എന്ന് വെച്ചാൽ ഓരോ കോയിൻസൈഡ് കഴിയുമ്പോൾ കുറച്ച് ടൈം അങ്ങോട്ട് ഷിഫ്റ്റ്. അപ്പം 12ാമത്തെ കോയിൻസൈഡ് വരുന്ന ഏതായിരിക്കും? നെക്സ്റ്റ് 12 ഹവറിലേക്കായിരിക്കും. നമ്മൾ എടുത്ത 12 ഹവറിലായിരിക്കില്ല, നെക്സ്റ്റ് 12 ഹവർ. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 11 ടൈമാണ് 12 ഹവറിൽ കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ 1 ഡേയിൽ എത്ര ഉണ്ടാവും? 24 ഹവേഴ്സ് ഉള്ളത്. അപ്പം എന്താവും? 22 പ്രാവശ്യമാണ് ഒരു ദിവസം കോയിൻസൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. രണ്ടും സെയിം ആണ്. ഒന്നുകൂടി പറയാം, ഓരോ മണിക്കൂറിലും എന്താണ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് ഒരു ടൈം ആയിരിക്കും. ഇപ്പോൾ 12 മണിക്കൂർ എത്രയായിരിക്കും? 12 ടൈം ആയിരിക്കില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വരുന്നത് ഏതായിരിക്കും? നെക്സ്റ്റ് 12 ഹവറിലേക്ക് മാറും. അപ്പം ടോട്ടലി 12 മണിക്കൂറിൽ വരുന്നത് 11 ടൈംസ് ആയിരിക്കും. അപ്പോൾ 1 ഡേയിൽ 24 മണിക്കൂറാണ്. അപ്പോൾ എത്ര ടൈംസ് വരും? 22 ടൈംസ് വരും. ഓക്കെ, ഇത് വരുന്നത് ഏതിൻ്റെ കേസാണ്? കോയിൻസൈഡ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ എന്ത് ചെയ്താൽ മതി, ഒരു ക്ലോക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? 2 ക്ലോക്ക് ഹാൻഡ്സിൻ്റെ ഇടയ്ക്ക് 90 ഡിഗ്രി വരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ക്ലോക്ക് ആണെങ്കിൽ ഇതായിരിക്കും 90 ഡിഗ്രി വരിക. ഓക്കെ, അപ്പം ഓരോ ഹവറിൻ്റെ ഇൻ്റർവെലും എത്ര പ്രാവശ്യം വരും? 2 പ്രാവശ്യം വരും. അപ്പോൾ 12 ഹവറിലോ 24 ആയിരിക്കും നിങ്ങൾ വിചാരിക്കുക. ബട്ട് 22 ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. പന്ത്രണ്ട് 6 ഓക്കെ, ഇപ്പം എങ്ങനെ ക്ലോക്കെങ്കിൽ ഇവിടെ 2, 3, 4 ഈ ഒരു ഇൻ്റർവെല്ലിൽ ശരിക്കും എത്ര പ്രാവശ്യം വരണം? 4 പ്രാവശ്യം വരണം. ബട്ട് ഇവിടെ 3 പ്രാവശ്യമേ വരുള്ളൂ. അതുപോലെ തന്നെ 10, 9, 8 ഈ ഒരു ഇൻ്റർവെല്ലിൽ എത്ര പ്രാവശ്യം വരണം? 8 വരിക, സോറി. 10, 9, 8 ഇൻ്റർവെല്ലിൽ എത്ര പ്രാവശ്യം വരണം? ഒരു ഇൻ്റർവെല്ലിൽ 2 പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ മൊത്തം 4 പ്രാവശ്യം വരണ്ടേ? ബട്ട് ഇവിടെ എത്രയേ വരുള്ളൂ? 3 പ്രാവശ്യം വരുള്ളൂ. അപ്പോൾ ടോട്ടൽ കൗണ്ടിൽ നിന്ന് എത്ര കുറഞ്ഞു? 2 കൗണ്ട് കുറഞ്ഞു. ഒന്ന് ഇവിടെ നിന്നും കുറഞ്ഞു, ഒന്ന് ഇവിടെ നിന്നും കുറഞ്ഞു. ഓക്കെ, അപ്പം 12 ഹവറിൽ എത്ര ഉണ്ടാവുള്ളൂ? 22 ഉണ്ടാവുള്ളൂ. അപ്പോൾ 24 ഹവർ ഇട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്താൽ മതി. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ 22 ടൈംസ് 12 ഹവറിൽ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആ കോൺസെപ്റ്റിൻ്റെ പുറമെ ഏതൊരു സാധനം കൂടി ശ്രദ്ധിക്കണം. 2, 3, 4ൻ്റെ ഇടയ്ക്ക് 3 എണ്ണവും വരുള്ളൂ. 10, 9, 8ൻ്റെ ഇടയ്ക്ക് 3 എണ്ണം ഉള്ളൂ. കാരണം ആ ഒരു ടൈം കറക്റ്റായിട്ട് ചോദിച്ചുകൊണ്ട് തന്നെ ചോദിക്കും എത്ര പ്രാവശ്യം 90 ഡിഗ്രി വരുന്നത്. അപ്പം നിങ്ങളിത് എന്തായാലും ഓർമ്മിച്ചിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ക്ലോക്ക് എടുക്കുക, ജസ്റ്റ് തിരിച്ചു നോക്കുക, എണ്ണി നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെ എന്തൊക്കെ വരുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് ആണ് മിറർ ഇമേജ് ഓഫ് ടൈം. അതായത് നമ്മളോട് ചോദിക്കും, ഒരു ക്ലോക്ക് ഉണ്ട്, ആ ക്ലോക്കിൻ്റെ ഫ്രണ്ടിലോ എവിടെ ഒരു ഫ്രണ്ടിലൊരു മിറർ വെച്ച്, അപ്പം ആ മിററിൻ്റെ അകത്ത് കാണുന്ന ടൈം എന്താണെന്ന് ചോദിക്കും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ മിനിറ്റ്സ് ആൻഡ് ഇത് ഹവർ ആൻഡ് ഇത് മിനിറ്റ് ആൻഡ് ഇവിടെ ഒരു മിറർ വെച്ചു. അപ്പോൾ മിറർ വെച്ച് അതെങ്ങനെ മാറുക? ഇതിങ്ങനെ തന്നെ ആയിരിക്കും. ഈ മിനിറ്റ്സ് ആൻഡ് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ആവും. ഓക്കെ, അപ്പം ആ ടൈം മാറും.
ഇത് ഇങ്ങനെ ചെയ്യുന്ന പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ വെച്ചാൽ തന്ന ടൈമിനോട് 12 കുറച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു ടൈം നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് 4:30 ആണ്. ഇപ്പം ഒരു മിറർ വെച്ചു. അപ്പം അടുത്ത ടൈം എന്താണെന്ന് ചോദിച്ചാൽ 12ൻ്റെ അകത്ത് എന്ത് കുറച്ചാൽ മതി? 4:30 കുറച്ചാൽ മതി. ഈ 4:30 കുറയ്ക്കുന്ന ടൈമാണുള്ള കാര്യം ഓർമ്മ വേണം. ഇപ്പോൾ എത്ര ആയിരിക്കും ഉണ്ടാവുക? 12 അവറിന് 4 അവർ ചേർത്താൽ 5 മണിക്കൂറായിരിക്കും. ആ 5ൻ്റെ അകത്ത് നിന്ന് 12 അവറിന് 4 അവർ കുറച്ചാൽ 8 ആയിരിക്കും വരിക. അതിൻ്റെ അകത്ത് എന്തുകൂടി കുറയ്ക്കണം? 30 കൂടി കുറയ്ക്കണം. അപ്പോൾ എത്ര ആയിരിക്കും? 7 ആയിരിക്കും നമ്മളെ ആൻസർ ഉണ്ടാവുക. ഓക്കെ, ഒന്നുകൂടി പറയാം, ഡയറക്റ്റ്ലി 2 നമ്പർ കുറയ്ക്കുമ്പോൾ കുറയ്ക്കരുത്. ഇത് ടൈമാണ്. അപ്പോൾ 60 ആണ് ഇവിടെ എൻഡിൽ വരിക. അപ്പം 7:30 ആയിരിക്കും നമ്മൾ ടൈം ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 7:30 വന്നു. എന്നിട്ട് 7:30 എന്താണെന്ന് പറഞ്ഞു? മിറർ ഇമേജിലുള്ള ടൈമാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് കാണാൻ ചോദിച്ചു? നമ്മളോട് ആക്ച്വൽ ടൈം എന്താണെന്ന് കാണാൻ ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതും എന്ത് ചെയ്താൽ മതി? 12ൻ്റെ അകത്തുനിന്ന് കുറച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ.